ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ വേണം. ഇപ്പോൾ വലിയൊരു കോളിഫ്ലവറിൻ്റെ ഒരു പകുതി ഭാഗം ഉപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കുള്ള പൊടികളും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഈ പൊടികളും കൂടി ഒന്ന് മൂത്ത് കിട്ടണം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ അത്യാവശ്യം മൂത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കോളിഫ്ലവർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് വഴറ്റിയാൽ തന്നെ മതിയാവും. ഇതൊരു പകുതി വേവായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ വീണ്ടും ഇത് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കണം. ഇനി നമുക്ക് ഗോതമ്പൊടി കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുത്തതാണിത്. ഇനി ഇതിൽ നിന്നും വലിയൊരു ഉരുളയാക്കി നമുക്കെടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറിൻ്റെ മസാല നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് കുറച്ചധികം തന്നെ വെക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെച്ചതിന് ശേഷം കൈവച്ചൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മൾ കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഫില്ലിങ് കൂടുതൽ വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുത്തു. ഇനി കവർ ചെയ്ത ഭാഗം ഇതുപോലെ ഇതിൽ വെച്ചതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പിന്നെ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറയ്ക്കേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിലും കൂടി നമുക്ക് തേച്ച് കൊടുക്കാം. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതിൻ്റെ അകം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെ സൈഡിൽ വരെ ആ മസാല നന്നായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് കൂടുതൽ വെച്ചാലേ ഇതുപോലെ എല്ലാ സൈഡിലും എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്